ഒരു നടന് അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ റിപ്പീറ്റ് വാല്യൂ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഗംഭീര സംഭവം തന്നെയാണ്. അത് എല്ലാവർക്കും അങ്ങനെ കിട്ടുന്നതല്ല. റിപ്പീറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ഹിറ്റ് ചിത്രം നിരവധി തവണ കണ്ടാലും മടുക്കാത്ത ഒരു അനുഭവം. അത് നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത് മോഹൻലാലിൽ തന്നെയാണ്. മോഹൻലാൽ അല്ലാതെ മറ്റ് ചില താരങ്ങൾ കൂടിയുണ്ട്. ജയറാം, ദിലീപ്, മുകേഷ് എന്നീ നടന്മാരുടെ ഗംഭീര ചില ഹിറ്റ് സിനിമകൾ. എന്നാൽ മോഹൻലാലിൽ മാത്രം ഈ ഒരു ട്രെൻഡ് ഒതുങ്ങി നിൽക്കുന്നു. ട്രെൻഡ് എന്ന് പറയുമ്പോൾ റീ റിലീസ് ട്രെൻഡുകൾ. മോഹൻലാലിന്റെ സിനിമകളാണ് റീ റിലീസ് ട്രെൻഡുകളിൽ ഏറ്റവും ഹിറ്റുകൾ അടിച്ചു നിൽക്കുന്നത്. എന്നാൽ ഈ ട്രെൻഡ് അവസാനിക്കുന്നില്ല. മോഹൻലാലിന്റെ ഈ റിപ്പീറ്റ് വാല്യൂ മനസ്സിലാക്കിയ ഈ ചിത്രങ്ങളുടെ അണിയറ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കൂമ്പാരം റീ റിലീസ് തന്നെയാണ്. എന്നാൽ സാക്ഷാൽ മമ്മൂട്ടിയാണ് മറ്റൊരിടത്ത് റീ റിലീസുമായി എത്തിയത്. എന്നാൽ മമ്മൂട്ടിക്ക് റീ റിലീസിൽ സാധ്യതകളില്ല എന്നവർ മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. അതെന്താണ് അങ്ങനെ പറയുന്നത്? ഒരു തലമുറ തിയേറ്ററുകളിൽ ആഘോഷിച്ച സിനിമകൾ വർഷങ്ങൾക്കിപ്പുറം വീണ്ടും തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. മോഹൻലാൽ ചിത്രം സ്ഫടികം തുടങ്ങി വെച്ച ഈ ട്രെൻഡ് ഇപ്പോൾ ചോട്ടാ മുംബൈയിൽ എത്തി നിൽക്കുകയാണ്. എന്നാൽ അവിടം കൊണ്ടും തീരുന്നില്ല. 2020, രാവണപ്രഭു തുടങ്ങിയ നിരവധി സിനിമകളാണ് വീണ്ടും ബിഗ് സ്ക്രീനിൽ എത്തുവാൻ കാത്തു നിൽക്കുന്നത്. ഈ വേളയിൽ ഈ സിനിമകൾ എത്തിക്കുന്നത് മാറ്റ്നി നൗ ടീമാണ്. അതിന്റെ ഉടമ സോമദത്തൻ പിള്ള പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. മോഹൻലാലിന്റേതായി നിരവധി സിനിമകളാണ് റീ റിലീസിന് ഇവർ കൊണ്ടെത്തിക്കാൻ പോകുന്നത്. 2020, രാവണപ്രഭുവും, കാലാപാനി, തേന്മാൻ കൊമ്പത്ത്, ഗുരു എന്നീ സിനിമകളാണ് മാറ്റ്നി നൗ ഉടൻ റിലീസ് ചെയ്യുന്നതിന് പ്ലാൻ ചെയ്യുന്നത്. ഇതൊക്കെ പ്രേക്ഷകരും അഭ്യർത്ഥിച്ച ചില സിനിമകൾ തന്നെയാണ് റീ റിലീസായി കാണണമെന്ന് പറഞ്ഞത്. ഇതുകൂടാതെ ഹലോ, ദേവാസുരം എന്നീ സിനിമകൾ റീ റിലീസ് ചെയ്യാൻ പദ്ധതിയും ഇട്ടിരിക്കുകയാണ് അവർ. 8ഓളം മോഹൻലാൽ ചിത്രങ്ങളാണ് റീ റിലീസിന് ഒരുങ്ങുന്നത്. 2020, രാവണപ്രഭു, കാലാപാനി, തേന്മാവിൻ കൊമ്പത്ത്, ഗുരു, ഹലോ, ദേവാസുരം എന്നീ സിനിമകൾ മോഹൻലാലിന്റേത് തന്നെയാണ്. ഇതിൽ തന്നെ രാവണപ്രഭു ആണ് ഉടനെ റിലീസിന് ഒരുങ്ങുന്നത് എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിന്റെ പോസ്റ്ററുകളൊക്കെ ഇറക്കി ഭയങ്കര ആഘോഷമായിരുന്നു തീർത്തത്. പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് രാവണപ്രഭു ഒരു പ്രോപ്പർ റീ റിലീസാണ് ഏറ്റവും വലിയ ആഘോഷം തീർക്കാൻ പറ്റിയ സിനിമ എന്നത്. ചോട്ടാ മുംബൈക്കാളും ആഘോഷം തീർക്കാൻ പറ്റുമെന്ന് പ്രേക്ഷകർ തന്നെ രാവണപ്രഭുവിനെ കുറിച്ച് പറയുന്നതുമുണ്ട്. എന്നാൽ ചോട്ടാ മുംബൈക്ക് മികച്ചൊരു റിലീസിംഗ് കിട്ടിയില്ല. രാവണപ്രഭുവിന് അത് കിട്ടും, കാരണം ആശീർവാദ് സിനിമാസ് ആയിരിക്കുമല്ലോ ഇത് എത്തിക്കുക എന്ന രീതി. എന്നാൽ ആശീർവാദ് അല്ല ഈ റീ റിലീസിന് പുറകിലുള്ളത്, മാറ്റ്നി നൗ ആണ്. അപ്പോൾ റിലീസിംഗ് എങ്ങനെയാകുമെന്ന് കണ്ടു തന്നെ അറിയാം. എന്നിരുന്നാലും ഈ സിനിമ പ്രേക്ഷകർ ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ച് കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ്. ഓഗസ്റ്റിലായിരിക്കും സിനിമ റിലീസ് ചെയ്യുക എന്നാണ് അവർ പറയുന്നത്. രാവണപ്രഭു ഓണത്തിന് ശേഷമായിരിക്കും എത്തുക. ഓണം റിലീസായി ഹൃദയപൂർവ്വം എത്തുന്നുണ്ടല്ലോ, ആ സിനിമയ്ക്ക് ശേഷമായിരിക്കും രാവണപ്രഭു റീ റിലീസിന് വരുന്നത്. അതിനുശേഷം കാലാപാനി ആയിരിക്കും അടുത്ത റിലീസ്. അത് ഈ വർഷാവസാനത്തോടെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്ത വർഷം ആദ്യമായിരിക്കും തേന്മാവിൻ കൊമ്പത്ത് റീ റിലീസ് ചെയ്യുന്നത്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായി ഗോഡ് ഫാദറും എത്തുന്നുണ്ട് എന്നതും കൗതുകം ജനിപ്പിക്കുന്നു. അടുത്ത വർഷം ഏപ്രിലിൽ ഹലോ റീ റിലീസ് ചെയ്യുവാനാണ് ഇപ്പോൾ ഞങ്ങൾ പദ്ധതിയിട്ടിരിക്കുന്നതെന്നും അവർ പറയുകയാണ്. എന്തുകൊണ്ടാണ് മോഹൻലാൽ സിനിമകൾ മാത്രം റീ റിലീസിന് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം ഇപ്പോൾ തന്നെ അവരിലേക്കും എത്തിയിട്ടുണ്ട്. അതിനവർ പ്രോപ്പറായിട്ടൊരു മറുപടി പറഞ്ഞിരിക്കുന്നു എന്നതാണ് കൗതുകമാകുന്നത്. അതിലാണ് മമ്മൂട്ടിയുടെ റീ റിലീസുമായി ബന്ധപ്പെട്ട പരാമർശം വന്നിരിക്കുന്നത്. മോഹൻലാൽ സിനിമകൾക്ക് റിപ്പീറ്റ് ഓഡിയൻസ് കൂടുതലുണ്ട് എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞു. മമ്മൂട്ടിയുടെ വെള്ളിയേട്ടൻ, ഒരു വടക്കൻ വീരകഥ എന്നീ സിനിമകൾ റീമാസ്റ്റർ ചെയ്തിരുന്നു. വെള്ളിയേട്ടൻ മമ്മൂട്ടി ആരാധകർക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്. എന്നാൽ ഒരു വടക്കൻ വീരകഥ വീണ്ടും തിയേറ്ററിൽ കാണാൻ ഒരുപാട് പേർ ആഗ്രഹിച്ച സിനിമയാണ്. എന്നാൽ ആ സിനിമയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ചില്ല. അതിൽ നിന്നും മനസ്സിലായത് എന്തെന്നാൽ മമ്മൂട്ടി ചിത്രങ്ങൾക്ക് റിപ്പീറ്റ് ഓഡിയൻസ് ഇല്ല എന്നതാണ്. മോഹൻലാൽ, ദിലീപ് സിനിമകൾക്കാണ് അത്തരം പ്രേക്ഷകർ ഉള്ളത്. ഇപ്പോൾ താളവട്ടം, കിലുക്കം ഒക്കെ വന്നു കഴിഞ്ഞാൽ മികച്ച സ്വീകാര്യത ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് അവരുടെ വാക്കുകളാണ്. കിലുക്കം ചെയ്യണമെന്ന് അവരുടെ വലിയ ആഗ്രഹമാണ്. എന്നാൽ പഴയ പല സിനിമകളെ പോലെ കിലുക്കത്തിന്റെയും പ്രിന്റ് കിട്ടാനില്ല. പലരോടും അന്വേഷിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിലെ പ്രിന്റ് കൊണ്ടേ ഗുണമുള്ളൂ. നമ്മുടെ നാട്ടിലെ പ്രിന്റുകൾ ഉപയോഗിക്കാൻ കഴിയുകയില്ല. കാലാവസ്ഥ വലിയൊരു വിഷയം തന്നെയാണ്. കൂടാതെ തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തെക്കുറിച്ചും പറഞ്ഞതാണ് കൗതുകമാകുന്നത്. തേന്മാവിൻ കൊമ്പത്ത് റീമാസ്റ്റർ ചെയ്യുന്ന വേളയിൽ അതിന്റെ വിഷ്വൽ കണ്ടിട്ട് ഞങ്ങൾക്ക് അതിശയം തോന്നി. അതിന്റെ നിർമ്മാതാവ് തന്നെ അതിഗംഭീര ക്യാമറാമാൻ ആയിരുന്നു. അതുകൊണ്ട് ആ സിനിമയുടെ വിഷ്വലുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ചിത്രത്തിൽ മോഹൻലാലും ശോഭനയും ഒരു വലിയ വള്ളിയിൽ ഇരിക്കുന്ന രംഗമുണ്ട്. ആ രംഗം കണ്ടു നോക്കണം, അതിഗംഭീരമാണ്. റീമാസ്റ്റർ ചെയ്തപ്പോഴുള്ള കൗതുകങ്ങളും അവർ പങ്കുവച്ചു. എന്നാൽ റീമാസ്റ്റർ ചെയ്യുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്.